കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയും അംശാദായ റീഫണ്ടും അനുവദിക്കുന്നു. വാർത്തകൾ വിശദമായി അറിയാം. അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത്. പെൻഷനും അംശാദായ റീഫണ്ടുമായി ഏകദേശം 400 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ 6 മാസത്തേത് വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ വൺ ടൈം അസിസ്റ്റൻസായി 50 കോടി അനുവദിച്ചിട്ടുണ്ട്. കേരള ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്ന് 100ഉം കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിൽ ബോർഡിൽ നിന്ന് 50ഉം കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 185 കോടി രൂപയും വായ്പയെടുക്കുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടുണ്ട്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി 9,600 രൂപ വീതം 4.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തും. 40 കോടി രൂപയാണ് അംശാദായം റീഫണ്ടായി നൽകുന്നത്. ക്ഷേമനിധി അംഗങ്ങളിൽ 60 വയസ്സ് തികഞ്ഞവർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് അംശാദായമായി അടച്ച തുക തിരികെ നൽകണമെന്ന ആവശ്യം. ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് 16 മാസമായി പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ചെയർമാൻ പറഞ്ഞു. 1 മാസത്തെ പെൻഷൻ വിതരണത്തിന് 65 കോടി രൂപയാണ് ആവശ്യം. സെസ് ഇനത്തിലും അംശാദായമായും ലഭിക്കുന്ന തുക പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ വിതരണം ചെയ്യുന്നതിന് പര്യാപ്തമല്ല. സെസ് പിരിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയായതിനു ശേഷമാണ് മാസം ഏകദേശം 50 കോടി രൂപ ബോർഡിന് ലഭിക്കാൻ തുടങ്ങിയത്. സെസ് ഇനത്തിൽ എസ്റ്റിമേറ്റ് തുകയുടെ 1% കെട്ടിടം ഉടമകളിൽ നിന്ന് ഈടാക്കുന്നത്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള കെട്ടിടങ്ങൾക്കാണ് സെസ് ബാധകം. അതേസമയം പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്ത ബാധിതരിലെ ക്ഷേമനിധി അംഗങ്ങളിൽ 15 പേർക്ക് 6 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. നേരത്തെ 32 പേർക്ക് 15.35 ലക്ഷം രൂപ ആനുകൂല്യമായി നൽകിയിരുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.